ബഹുമാനവും പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മാത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ലഭിച്ച സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് മാത്രം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 23-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ഇന്നലെ വായിച്ച അതേ വാക്യം 1 കൊരിന്ത്യർ 9:23. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭകാല പ്രവർത്തകരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ഇത് വളരുമെന്ന് അന്ന് ആരും വിചാരിച്ചില്ല. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് അവർ കാലുവെച്ചു. ദൈവം ഈ കൂട്ടായ്മയെ വളർത്തി. ഈ രാജ്യത്ത് ഈ കൂട്ടായ്മ ഈ വിധത്തിൽ വളർച്ച പ്രാപിപ്പാൻ കർത്താവിന് പ്രസാദം തോന്നിയതുകൊണ്ട് സ്തോത്രം. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ആരാധനകളും നടത്തത്തക്കവണ്ണം ദൈവം ഈ സമൂഹത്തെ വളർത്തി വലുതാക്കിയതിനാൽ സ്തുതിക്കും. കർത്താവെ, ഇതുകൊണ്ട് തൃപ്തിപ്പെടാതെ സുവിശേഷീകരണത്തിൽ കൂടുതൽ പങ്കുവഹിക്കുവാനും അങ്ങനെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് അർഹരാകുവാനും ഞങ്ങളെ സഹായിച്ചത്. വിശേഷാൽ ഈ റീജിയന്റെ നേതൃത്വം വഹിക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഭാഗ്യകരമായ പ്രത്യാശ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. ഇന്നലെ ഓർപ്പിച്ചതുപോലെ കാനഡയിലെ കോൺഫറൻസ് മുതൽ ഈ നിമിഷം വരെയും കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തകളാണ് അമേരിക്കയിലും കാനഡയിലുള്ള ദൈവജനത്തോട് ദൈവം ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു? ഇത് ദൈവത്താൽ സംഭവിച്ചു. അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഉണരണം, പ്രത്യാശ പുതുക്കണം, ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങണം. ആമേൻ, കർത്താവെ വരണമേ എന്ന് പറയുവാൻ ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ടി വിശുദ്ധിയെ തികയ്ക്കണം. അതിനുവേണ്ടി ഉത്തരവാദിത്വങ്ങളെ പൂർത്തീകരിക്കണം. ഈ കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് സഭയെ അറിയിക്കുവാൻ ആഗ്രഹിച്ചു. സഭയെ അതാത് സമയത്ത് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടി ദൈവം തന്റെ ദാസന്മാർക്ക് ഉണർവ് നൽകുന്നു, പ്രേരണ നൽകുന്നു. അങ്ങനെ അതത് സമയത്ത് സഭ അറിയേണ്ട ദൂതുകൾ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സകല മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാളിന് മാത്രം. അതോടൊപ്പം ദൈവിക ദൂത് അറിയിക്കുവാൻ ദൈവദാസന്മാരെ അയക്കുന്നതും ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശേഷാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും സംശയിക്കുകയാണ്, ഞാൻ ഇവിടെ തന്നെയാണോ നിൽക്കുന്നത്. കാരണം ഞാൻ ഈ പ്രാവശ്യം വരാൻ കഴിയില്ലെന്ന് ജൂൺ മാസം 15-ാം തീയതി വരെയും തീരുമാനിച്ചിരുന്നു. എന്നാൽ ജൂൺ 15 മുതൽ എൻ്റെ ചർച്ചിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വെച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പോകുവാൻ പറഞ്ഞതും എനിക്ക് അനുവാദം തന്നതും. ഞാൻ അതിന് മുമ്പത്തെ ഒരു യാത്രയിൽ ശാരീരികമായി ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ക്ലേശം അനുഭവിച്ചതിനാൽ ഇനിയും ഒരു ദൂരയാത്രയ്ക്ക് ഞാൻ ഒരുങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചിരുന്നതാണ്. കർത്താവ് ഈ പ്രാവശ്യവും കൂടെ ഇതുവരെയും സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ചു. പ്രയർ ലൈനിൽ കൂടെ അനേകർ പ്രാർത്ഥിച്ചു. ദൈവം എല്ലാവർക്കും തക്ക സമയത്ത് പ്രതിഫലം നൽകുമാറാകട്ടെ. നന്ദി, നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ അനേക വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം കർത്താവിന്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളും, കർത്താവിന്റെ മടങ്ങി വരവും അതിന്റെ അടയാളങ്ങളും, കർത്താവിന്റെ മടങ്ങി വരവും പ്രതിഫല വിഭജനവും. ഇങ്ങനെ നല്ല നല്ല വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുവാനുണ്ട്. എന്നാൽ ആവിധ വിഷയങ്ങൾ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ
നമ്മുടെ ഉത്തരവാദിത്വം എന്തെന്നറിയുന്നതല്ലേ ആവശ്യമെന്നാണ് എൻ്റെ മനസ്സിനോട് കൂടെ കൂടെ ദൈവാത്മാവ് ഇടപെടുന്നത്. ഞാൻ പറയുമ്പോൾ മറ്റൊന്നും ധരിക്കരുത്. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന കിരീടങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഞാൻ വിശദമായി പഠിച്ചില്ലേലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇരിക്കുന്ന കസേരയുടെ വലിപ്പവും അതിന്റെ ചാരുപടിയുടെ നിറമൊക്കെ ഞാൻ അധികം കാര്യമായിട്ട് ഇപ്പൊ അറിയില്ലേലും നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്നാണ് പ്രതീക്ഷ. നമുക്കവിടെ കിട്ടുന്ന കെട്ടിടത്തിന്റെ വലിപ്പവും അതിന്റെ ഏക്കർ സെന്റ് കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്നോട് കിട്ടും വന്നാലും സാരമില്ലെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. എന്നാൽ അവിടെ ചെന്നുപെടുന്ന കാര്യം ഓർക്കുമ്പോഴാണ് കയ്യും കാലും ഇറക്കി. അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല. വിശേഷാൽ ലോകത്തിലാർക്കും ഇല്ലാത്തൊരു അവകാശവാദമായി പെന്തിക്കോസ്തുകാർക്ക്. അതെന്നാന്നറിയാമോ? ഈ നിൽക്കുന്നതിനിടെ ആളുകൾ നമ്മൾ ഈ കുറച്ചു പേര് ഒരൊറ്റ പോകണം, ബാക്കി നമ്മുടെ കൂടെ കൂടാത്ത സകല മനുഷ്യർ ഇവിടെ കിടന്ന് വിഷമിക്കും. ഇങ്ങനെ ധരിക്കുന്ന പാവപ്പെട്ടവരാണ് നമ്മൾ. അത്രയും വലിയ പ്രതീക്ഷയുണ്ടെങ്കിൽ ഏറെക്കുറെ അതുപോലെ ജീവിക്കുകയും വേണം. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞതായിട്ട് ആരോ പറഞ്ഞു ഞാൻ കേട്ടു. ഏറ്റവും വലിയ ആദർശവാദവും ഏറ്റവും കുറഞ്ഞ ജീവിതവും നയിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ഏറ്റവും വലിയ അവകാശവാദവും ഏറ്റവും കുറഞ്ഞ ജീവിതവും. എന്തൊരു അവകാശവാദം എന്നറിയോ? കാരണം എനിക്കും കണ്ണിനിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ പരിപാടി നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് പറഞ്ഞ കർത്താവ് പറഞ്ഞ ലെവലിൽ ഒരു ജീവിതം നമ്മൾ നയിക്കണ്ടേ? സ്തോത്രം. അതിനെക്കുറിച്ചാണ് എന്റെ മനസ്സിലെ ഭാരം. ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നയാൾ പോകുമോ? ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നയാൾ പോകുമോ? ഇതൊന്നും നമുക്ക് തീർത്ത് പറയാൻ ഒക്കത്തില്ല. ഞാനിതെല്ലാം പഠിപ്പിച്ചയാളെ എന്നെ കൊണ്ടുപോകാത്തല്ല. ഞാൻ നിന്നെ അറിയുന്നില്ല കർത്താവ് പറയുന്നത്. ആകയാൽ കർത്താവിന് പ്രസാദമുള്ളത് എന്ത് എന്ന് തിരിച്ചറിയുക നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഏകാഗ്രമാക്കാം. ഒരാളെ വഞ്ചിക്കുന്നതിൽ നമുക്ക് വിഷമമില്ലെങ്കിൽ നമ്മളെങ്ങനെ കാളത്തിലേക്ക് എടുക്കപ്പെടും? പച്ച നുണ പറയുന്നതിന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ കാളത്തിലേക്ക് എടുക്കപ്പെടും? സ്തോത്രം. അന്യായമായി സമ്പാദിച്ച പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കാളത്തിലേക്ക് എടുക്കപ്പെടാൻ പറ്റും. ഭാര്യയോട് അവിശ്വസത കാണിച്ചുകൊണ്ട് തുടരുന്ന ഒരാൾക്ക് കാളത്തിലേക്ക് എങ്ങനെ എടുക്കപ്പെടാൻ പറ്റും? ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു സഹോദരി എത്ര മണിക്കൂർ അന്യവാദം പറഞ്ഞാലും കാളത്തിലേക്ക് എങ്ങനെ എടുക്കപ്പെടും? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ആകയാൽ പ്രിയരെ, നമ്മളൊരു പ്രത്യേക സഭയായി കൂടി സ്പീഡിൽ കൈയടിച്ചാൽ ഒന്നും എടുക്കപ്പെടത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയുടെ മുമ്പിൽ പ്രിയരല്ലാത്ത ഒറ്റ ഒരുത്തനും കാളത്തിൽ എടുക്കപ്പെടുകയും. ആകയാൽ ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ ഉത്തരവാദിത്വത്തിൽ രണ്ട് കാര്യം ഇന്നലെ ഓർമ്മിച്ചു വീണ്ടും പറയുന്നു. ഒന്ന്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും. രണ്ട്, സുവിശേഷീകരണത്തിൽ നിങ്ങളുടെ പങ്ക് ഉറപ്പുവരുത്തുകയും. ഈ രണ്ട് കാര്യത്തിൽ പ്രധാനം ശുദ്ധീകരണമാണ് എന്ന് വിചാരിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഈ രണ്ട് കാര്യത്തിൽ പ്രധാനം സുവിശേഷീകരണമാണ് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് ശുദ്ധീകരണമല്ല, ആദ്യം ചെയ്യേണ്ടത് സുവിശേഷീകരണമാണ്. കാരണം സുവിശേഷീകരണത്താലല്ലേ ജനം സഭയിലോട്ട് വരുന്നത്. അതിനുശേഷമല്ലേ ശുദ്ധീകരണം നടക്കുന്നത്. ശുദ്ധീകരണം നടന്നിട്ടല്ല സഭയിൽ വരുന്നത്, സഭയിൽ വന്നിട്ടാണ് ശുദ്ധീകരണം നടക്കുന്നത്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണം ഒരു നിമിഷത്തിൽ നടക്കുന്നു, മനുഷ്യന്റെ പങ്ക് വളരെ ചെറുതാണ്. വിശുദ്ധീകരണം ഒരു ജീവിതം മുഴുവനും കൊണ്ട് നടക്കുന്നു, അതിൽ മനുഷ്യന്റെ പങ്ക് വളരെ വലുതാണ്. ഒന്നുകൂടെ പറയാം, നീതീകരണം ഒരു നിമിഷത്തിൽ നടക്കുന്നു, അതിൽ മനുഷ്യന്റെ പങ്ക് വളരെ ചെറുതാണ്. കേവലം വിശ്വസിച്ചേറ്റ് പറയുക മാത്രം. എന്നാൽ വിശുദ്ധീകരണം അതൊരു നിമിഷത്തിലല്ല നടക്കുന്നത്, ഒരു ജീവിതം മുഴുവനും കൊണ്ടാണ് നടക്കുന്നത്.
അതിൽ മനുഷ്യന്റെ പങ്ക് വളരെ കൂടുതലുണ്ട്. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്ന പൗലോസിന്റെ വാക്ക് ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ആകയാൽ ദൈവം എന്റെ ഹൃദയത്തിൽ അധികം പ്രേരണ തരുന്ന വിഷയം തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ദൂത് ഇതോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ഓർപ്പിക്കുവാൻ കർത്താവ് ഇവിടെ വന്ന ശേഷം എന്നെ പഠിപ്പിച്ചു. അത് ഞാൻ നിങ്ങളോട് പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിൽ ഒരു പങ്കാളി. സുവിശേഷത്തിൽ പാവപ്പെട്ട മനുഷ്യന് പങ്കാളിത്വം, ഷെയർ തരുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. ആരോ ഒരു ഭാവന കഥ ഇങ്ങനെ എഴുതി. ഗബ്രിയേൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ചെന്നപ്പോൾ ചോദിച്ചത്രേ, അങ്ങയുടെ ജനനത്തെ കുറിച്ചും മറ്റും പറയുവാൻ ഞാനല്ലേ പോയത്? അങ്ങയുടെ ഉയർപ്പും അതിന്റെ അനന്തര ഫലങ്ങളും പറയാൻ പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്രേ, അത് നീ പോയതുകൊണ്ട് പ്രയോജനമില്ല. കാരണം നിനക്ക് അനുഭവമില്ല. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന് നീ പറഞ്ഞാൽ നിനക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ള അർഹത? എന്നാൽ പാപത്തിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച ഒരു മഗ്ദലക്കാരത്തി മറിയ എവിടെയുണ്ട്? ഒരു ശമരിയാക്കാരത്തി സ്ത്രീ എവിടെയുണ്ട്? ഒരു പത്രോസ് അവിടെയുണ്ട്. അവരത് പറയട്ടെ. ദൂതനെ ഏൽപ്പിക്കാത്ത ഈ വലിയ ദൗത്യം, ഈ വലിയ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ പാടാറുണ്ട്, ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാവുന്ന രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്കായി. ഓ, അതെത്ര വലിയ പദവിയാണ്! സുവിശേഷത്തിൽ മനുഷ്യർ പങ്കു തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നും. സുവിശേഷം ദൈവശക്തിയാണ്. വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, അത് ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി എന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു. നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ അത് ദൈവശക്തിയുമാകുന്നു. പക്ഷേ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അത് ശക്തിഹീനമാണ്. സുവിശേഷം ആരെങ്കിലും ചുമന്ന് കൊണ്ടുപോകുന്നില്ലെങ്കിൽ സുവിശേഷം നിർജീവമാണ്. അത് പലസ്തീനിൽ തന്നെ ഇരിക്കുമായിരുന്നു. സുവിശേഷകരില്ലാതെ സുവിശേഷം സഞ്ചരിക്കുന്നില്ല. സുവിശേഷകരില്ലാതെ സുവിശേഷം പ്രവർത്തിക്കുന്നില്ല. സുവിശേഷം രോഗികളെ സൗഖ്യമാക്കും. പക്ഷേ ഒരു സുവിശേഷകന്റെ കൈ നീട്ടണം. സുവിശേഷത്തിൽ വിടുതലുകളുണ്ട്. പക്ഷെ ഒരു സുവിശേഷകന്റെ വാ തുറക്കണം. സുവിശേഷത്തിൽ പാപമോചനമുണ്ട്. പക്ഷെ ആരെങ്കിലും അത് ഭാവിയുടെ അടുക്കൽ എത്തിക്കണം. നിങ്ങൾ പോകുവീൻ എന്ന് കർത്താവ് പറഞ്ഞു. വരുവീൻ എന്ന് നമ്മൾ നോട്ടീസ് അടിച്ചു. കാരണം പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. വളരെ ദൂരം പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വരുവീൻ ഞങ്ങൾ പറയാം. പക്ഷെ ആരും വരുന്നില്ലല്ലോ. ഞാൻ കേരളത്തിലെ എല്ലാ പട്ടണങ്ങളിലും ഓടി നടന്ന കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് കൺവെൻഷനുകളിലെ ആളുകൾ വരുന്നുള്ളൂ. മിക്കവാറും കൺവെൻഷനുകളിൽ 95% കൺവെൻഷനുകളിലും വിശ്വാസികളുടെ മാത്രം സമ്മേളനമായി തീർന്നിരിക്കുന്നു. ചുരുക്കം ചില കൺവെൻഷനുകളിൽ ആളുകൾ മാനസാന്തരപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് ചെറുവക്കലെ കൺവെൻഷൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ യോഗങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുരുക്കം ചില യോഗങ്ങളിലെ ആരെങ്കിലും രക്ഷിക്കപ്പെടുവാനായിട്ട് മുന്നോട്ട് വരുന്നുള്ളൂ. കാരണം 99% വിശ്വാസികളെ വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം ഇന്ത്യ മുഴുവൻ രക്ഷിക്കപ്പെട്ടെന്നാണോ? കേരളം മുഴുവൻ രക്ഷിക്കപ്പെട്ടെന്നാണോ? അല്ല. സുവിശേഷ യോഗങ്ങളിലേക്ക്, നമ്മുടെ യോഗങ്ങളിലേക്ക് ആളുകൾ വരാതെ വന്നിരിക്കുന്നു. എന്താ മാർഗം? അവർ ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകണം. ഏത് വിധത്തിലും അവരെ സന്ധിക്കണം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിളിക്കുന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ സഹോദരിമാരെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുന്നു. ഒരു ശമരിയ സ്ത്രീ മാത്രം വിചാരിച്ചിട്ട് ഒരു പഞ്ചായത്ത് മുഴുവനും യേശുവിലേക്ക്
ദൈവത്തിലേക്ക് തിരിയുവാൻ കാരണമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിളിക്കും. സുവിശേഷത്തിൽ പിതാവായ ദൈവം എന്ത് ഇൻവെസ്റ്റ് ചെയ്തു? സുവിശേഷത്തിൽ പുത്രൻ എന്ത് മുടക്കുമുതൽ നൽകി? സുവിശേഷത്തിൽ വീണ്ടും പിതാവ് എന്ത് ചെയ്തു? വീണ്ടും പരിശുദ്ധാത്മാവ് എന്ത് നൽകി? ഇതെല്ലാം ഇന്നലെ രാത്രിയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചു. ഇന്ന് രാത്രിയിൽ സുവിശേഷത്തിൽ മനുഷ്യർ നൽകിയ പങ്കുകളെ കുറിച്ച് പറയാൻ പോവുകയാണ്. സുവിശേഷത്തിൽ പങ്കുവഹിച്ച പ്രശസ്തരായ ചില മനുഷ്യരെ കുറിച്ച് നാം ധ്യാനിക്കാൻ പോകുന്നു. ഒന്നാമത്തെ വ്യക്തി ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സഹോദരിയാണ്, കർത്താവിന്റെ അമ്മ മറിയ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെ പെട്ടെന്ന് വായിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടാൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു ചെന്നു. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാതെ എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയ സുവിശേഷത്തിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തത്? അവളുടെ ജീവിതമാണ് സുവിശേഷത്തിന് വേണ്ടി കൊടുത്തത്. അവൾ ഒരു പുരുഷനുമായി വിവാഹം നിശ്ചയം കഴിഞ്ഞവളാണ്. അവളുടെ അടുക്കലാണ് മാലാഖ വന്നത്. ലോക രക്ഷകന് പിറക്കാൻ ആ സ്ത്രീയെ ദൈവം കണ്ടു. ആ സ്ത്രീ ദിവ്യത്വം എന്നുള്ള ആളെന്നാണ്. അതിന് മുമ്പ് ഇക്കാര്യം അവൾ അറിഞ്ഞിരുന്നുമില്ല. അറിഞ്ഞിരുന്നു എന്ന് പറയുന്നവർ അറിവില്ല എന്നുകൊണ്ട് പറയുന്നതാണ്. മറിയയ്ക്ക് ഇക്കാര്യത്തെ കുറിച്ച് മുന്നറിയില്ല. അവൾ ഭയപ്പെട്ടു എന്ന് കൃത്യമായി എഴുതി. അവൾ ഭ്രമിച്ചുപോയി. അവൾ ഭയപ്പെട്ട കാരണം ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ നടക്കും? ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോ നടക്കും. നടക്കുകയില്ലെന്ന് തോന്നുന്ന കാര്യമില്ല. നടക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നു. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നടക്കുകയില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യം, നടക്കുകയില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞ കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് കേട്ടുകൊള്ളുക. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അസാധ്യങ്ങളെ സാധ്യമാക്കുകയും ചെയ്യും. അസംഭവമായ കാര്യങ്ങളെ സംഭവിക്കുമാറാക്കും. ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില അസാധ്യ കാര്യങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ദൈവം സംഭവിപ്പിക്കുമാറാകട്ടെ. നടക്കുകയില്ലെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ യോഗത്തിന്റെ ഇടയിൽ നടക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മറിയയുടെ ജീവിതത്തിൽ നടന്ന അത്രയും ക്രിട്ടിക്കലായ സാഹചര്യത്തിലുള്ള വല്ലവരും വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. മറിയയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്രയും ബുദ്ധിമുട്ടുള്ള, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് വന്ന ആരെങ്കിലും കൂടി ഉണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നു. ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്തത്, കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ് ദൂതായിട്ട് പറഞ്ഞത്. ഒരു കാര്യം ദൈവത്തിനെ വിശ്വസിക്കണം. വചനം നിന്നോട് ഇടപെട്ടാൽ, ദൂതത്തിന്റെ അകത്ത് കയറിയ, പിന്നെ സംശയിക്കേണ്ട, പിന്നെ നടക്കില്ലെന്ന് നോക്കണ്ട. അതിനൊരു അവധിയുണ്ട്. പരിശുദ്ധാത്മാവ് വചനത്തോടുകൂടെ വ്യാപരിച്ചാൽ നടക്കാത്ത കാര്യമില്ല, നടക്കും. വിശ്വസിച്ച് ഏറ്റെടുത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊള്ളുക. നടക്കുകയില്ലെന്ന് ഇന്ന് രാത്രി പറഞ്ഞ കാര്യം പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കും. എങ്ങനെയാ? അതും അറിയത്തില്ല. നടക്കാത്ത കാര്യങ്ങൾ നടത്തുവാൻ അത്രേ
പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. അവൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തിന് മുൻപിൽ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്ക് അതിന്റെ 38-ാം വാക്യത്തിലുണ്ട്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. വിവാഹ നിശ്ചയം കഴിഞ്ഞ ചെറുക്കന് ഒരു മിസ് കോൾ എങ്കിലും കൊടുത്തിട്ടാണോ ഇത് പറഞ്ഞത്? അതൊരു സാമാന്യ മര്യാദയല്ലേ? എന്ത് സംഭവിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തത്? എന്ത് സംഭവിക്കാനായി ഏൽപ്പിച്ചു കൊടുത്തത്? ജീവിതം തകർക്കാനല്ല ഏൽപ്പിച്ചു കൊടുത്തത്. ഷൈൻ ചെയ്യാനാണോ? അല്ല, തകരാൻ, നിന്ദിക്കപ്പെടാൻ, ചവിട്ടി മെതിക്കാനാ അവളെ യൗവനം അവൾ വിട്ടുകൊടുത്തത്. സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഒരു സഹോദരിയാ മറിയ. അവരെ കുറ്റം പറയും, അവരെ ചുമ്മാ അതും ഇതും വിളിച്ചു പറയും, പൊട്ടത്തോടാ അതോ ഇതൊക്കെ പറയും. ഞങ്ങൾ വീട്ടിൽ സൂചന പറയാൻ ചോദിക്കുന്ന നിങ്ങളല്ലേ കർത്താവിനെ പൊട്ടത്തോടാകുന്നത്? എന്റെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞില്ല. കാസറ്റ് കേൾപ്പിക്കട്ടെ? അയ്യോ, എന്നാ വേണ്ട, കേൾപ്പിക്കണ്ട, ക്ഷമ പറഞ്ഞേക്കാം, ക്ഷമ പറഞ്ഞേക്കാം. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമ പറയും. ഇതാരെങ്കിലും പറയാൻ പഠിപ്പിച്ചത്? ഈ സഹോദരിയുടെ അടുത്ത് നിൽക്കാൻ നോക്കുന്നത് ആരാണ്? ഒരു ദൂതിന്റെ മുമ്പിൽ പുറത്തേക്ക് അയക്കുന്ന സ്വപ്നമാണെന്ന് വിചാരിച്ചാൽ പോലെ, അത് തോന്നലായിരുന്നു വിചാരിച്ചാൽ പോലെ, ദൈവത്തിന്റെ ആലോചനയുടെ മുമ്പിൽ അപ്പനോട് ചോദിക്കാതെ, അമ്മയോട് ചോദിക്കാതെ, ഹസ്ബൻഡിനോട് ചോദിക്കാതെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ജീവിതം എറിഞ്ഞു കൊടുത്തവളാ ഈ വനിത. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൾ നോക്കി നിൽക്കുമ്പോഴാ ദൈവത്തിന്റെ ചങ്കിലേക്ക് കുന്തം കുത്തി കയറ്റുന്നു. ഏതെങ്കിലും തള്ള കണ്ടു നിൽക്കുമോ? അത് കണ്ടതല്ലയാ ഈ തള്ള. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ എന്ന് പറയുമ്പോൾ ബോധം കെട്ട് വീഴണ്ടേ? ബോധം കെട്ട് വീഴാത്ത ഏത് സ്ത്രീയാണോ? എനിക്കൊരു ഉത്തരം കിട്ടിയത് ഞാൻ പറയട്ടെ. അവൾ ദൈവദൂത് വിശ്വസിച്ചവളാണ്. പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടോ. പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ ഗോറി പറഞ്ഞാൽ പോലെ പ്രതിസന്ധി ആ ദൂത് ഓർക്കണം. നിന്റെ കഷ്ടകാലത്ത് നീ ആ ദൂത് ഓർക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറഞ്ഞ വചനം നിന്റെ കഷ്ടകാലത്ത് നീ ഓർക്കണം. സ്വതം വിശദീകരിക്കാം. എന്താ ദൂതൻ പറഞ്ഞത്? നീ ഗർഭവതിയാ എന്ന് മാത്രമല്ല പറഞ്ഞത്, അവൻ വലിയവനാണ്, അത്യുന്നത പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും. കുരിശിൽ പിഴഞ്ഞു മരിക്കുമ്പോൾ ദൂതോർത്തു, ഇവിടെ കൊണ്ട് ഈ കഥ കഴിയുകയില്ല, ഇവിടെ കൊണ്ട് ഈ കഥ കഴിയുകയില്ല, അവൻ തിരിച്ചു വരും, അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ആ ദൂത് അവളെ ബലപ്പെടുത്തി. അതുകൊണ്ട് അവൾ ബോധമില്ലാതെ ഇന്ന് രാത്രി ദൈവത്തിനോട് പറയുക, നീ ഇതിനോട് കേട്ട ദൂതൊക്കെ കളയരുത് കേട്ടോ, കളയരുത്, അടിവരയിട്ടോണം, എടുത്തു വെച്ച് വീട്ടിൽ കേൾക്കണം, കാസറ്റ് വീട്ടിൽ വിട്ട് കേൾക്കണം. ദൈവത്തിനോട് പറഞ്ഞ ദൂത് ആകാശം മാറിയാലും മാറാത്ത ദൂത, ഭൂമി മാറിയാലും മാറാത്ത ദൂത. നമ്മൾ നിൽക്കുന്നത് ദൂത. ഈ പ്രസ്ഥാനം ഉണ്ടായത് തന്നെ ദൂത. ദൈവദാസന്മാരെ വിളിച്ചു പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഇറങ്ങിത്തിരിച്ചൊരു കൂട്ടരല്ലേ. ആഴമായ പഠനമൊന്നും നടത്തിയല്ല, ആഴിയെ നോക്കില്ല, ആഴോ ആരാകില്ല, അലകൾക്ക് ഞാൻ തന്നെ ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞങ്ങൾ പ്രിയനേ സമുദ്രത്തിന് നടുവിൽ നിൻ വിളി കേട്ട് പിൻവരുവ. എന്തോ പാട്ടാതൊക്കെ, അതൊക്കെ പാടാൻ ഇച്ചിരി ക്ഷമ വേണം. മറിയ അവളുടെ ജീവിതം വിട്ടുകൊടുത്തു. മറിയുടെ ജീവിതത്തിൽ കുറെ നല്ല കാര്യങ്ങൾ പഠിക്കും. എന്നാലും മറിയ പാവം ഈ ദൂത് മാത്രമല്ല, ഈ ഒരു ഒറ്റ ദൂതല്ലേ ഉള്ളൂ. ഈ ഒരു ദൂത് കൊണ്ട് എത്ര ദിവസം നിൽക്കണം? 9 മാസം നിൽക്കണ്ടേ? അത് കാരണം ഒരു ചെറിയ ക്ലൂ കൊടുത്തു. നിന്റെ ഒരു കസിൻ സിസ്റ്ററെ ചെന്ന് കണ്ടാൽ ഇതുപോലെയുള്ള 1-2 ഇൻസിഡന്റ് പുള്ളിക്കാരത്തിലുണ്ട്. പുള്ളിക്കാരത്തിന്റെ ആരാധിച്ചാൽ എഴുതലാണല്ലോ.
നിന്റെ ചാർച്ചക്കാരി എലിശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. അപ്പൊ നടക്കാത്ത കാര്യം നടന്ന ഒരു കസിൻ നിന്റെ വീട്ടിലുണ്ടാകും. നിനക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി. ദൈവത്തിൽ നിന്ന് വല്ല അത്ഭുതം കണ്ടിട്ടുള്ളവരോട് വർത്തമാനം വിശ്വാസം വർദ്ധിക്കാനാണ് വല്ല അത്ഭുതവും ജീവിതത്തിൽ അനുഭവിച്ചവരോട് വർത്തമാനം. ദൈവത്തെ രുചിച്ചവരുണ്ടോ? ദൈവത്തെ കണ്ടവരുണ്ടോ? തൊട്ടു നോക്കിയവരുണ്ടോ? അവരോട് സംസാരിച്ചാൽ മീറ്റിംഗിൽ വന്ന് ചാർജായിട്ട് പോകും. പോയിട്ട് പോകും. അനുഭവങ്ങളുള്ളവര് ദൈവത്തെ തൊട്ട മനുഷ്യരെ കാണും. പുള്ളിക്കാരത്തി എന്ത് ചെയ്തെന്ന് നമുക്ക് വായിക്കാം. 39, 40, 41 വായിച്ചു. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സഖരിയാവ് വീട്ടിലെത്തി എലിശബത്തിനെ വന്ദിച്ചു. ബന്ധപ്പെട്ടെന്നുള്ള വാക്കും മലനാട്ടിലുള്ള വാക്കും നോക്കുകയാണ്. ഐറേജ് യാത്ര ചെയ്യാവുന്ന ഒരു സമയമല്ല ഈ സഹോദരൻ. നമ്മുടെ നാട്ടിലൊക്കെയാണ് കട്ടിലെ നനഞ്ഞത്. അഥവാ യാത്ര ചെയ്യുകയാണെങ്കിൽ മെഴ്സിഡീസ് ബെൻസ് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ലൈഫ് ബസ് കയറി ഐറേജിൽ പോകണം. അവർക്കാർക്ക് ഒത്തും പറ്റിയില്ല. ഈ ഭയങ്കര പ്രൊട്ടക്ഷൻ ഉള്ളതിന്റെ കാര്യമില്ല. പോകും സത്യം എപ്പോഴും സത്യം. പോയി എന്തിനാ? ഒരു കൂട്ടായ്മയ്ക്ക്. കൃപയില്ലാത്ത, ശക്തിയില്ലാത്ത, അനുഭവമില്ലാത്ത 1000 പേരെ എടുത്തിരിക്കുന്നതിനേക്കാൾ അനുഭവം ഒരാളെ കയറി അവിടെ ചെന്നു. ബന്ധപ്പെട്ടത് കഷ്ടപ്പെട്ട യാത്രയുടെ വിഷമത്തെ കുറിച്ചാണ്. സെക്രട്ടറി വീട്ടിലെത്തി ഗേറ്റിന്റെ വാദത്തിൽ നിന്നോണ്ട് വന്നിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം. അതെന്നെ ഫസ്റ്റ് അങ്ങനെ എഴുതിയിട്ടില്ല. അല്ല എഴുതിയിട്ടില്ല. നമ്മളെ കണ്ടാക്കണല്ലേ ചെയ്യുന്നത്. ദൈവമക്കൾ തന്നെ കണ്ട വന്നിക്കുന്ന വന്ദനം എന്ന് പറയുന്ന ഇത്ര പേരുണ്ട്. അത് കുറച്ച് പേരുണ്ട്. അങ്ങനെയാണ് ദൈവമക്കൾ തമ്മിൽ കണ്ടപ്പോ അതായിരിക്കുന്നത്. അല്ലേ എന്നായിരിക്കുന്നത്. എന്തായാലും ആ വാക്ക് ഇടി വെട്ടിയ പോലെ ആ വന്ദനം എലിസബത്തിന്റെ ചെവിയിൽ ചെന്നപ്പോൾ മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. അങ്ങി പിന്നെ തള്ളയോ എന്റെ സാധ്യത അപ്പൊ പിന്നെ തള്ളയുടെ എടുത്ത് ഇതാണ് ഇതിന്റെ കാര്യം. അങ്ങനത്തെ ദൂതാ നമുക്ക് വേണം. ചൊവ്വ ഒരു അല്ലേലിയായി പറഞ്ഞ് യോധന പോയാൽ നമ്മളൊക്കെ ഫാഷനായിട്ട് അങ്ങനെ വല്ലതും പറഞ്ഞ് അതൊന്നും അനുകരിക്കണ്ട. നിന്റെ ഉള്ളിലെ അഭിഷേകത്തിന് തക്കതായ ഒരാൾ ഒരു ട്യൂണിൽ പറയുന്നെങ്കിൽ വേറെ ആ ട്യൂൺ എടുക്കണ്ട. നിനക്കൊരു ട്യൂൺ ഉണ്ട്, അതാ നല്ലത്. അവിടെ ഹല്ലേലൂയ പറഞ്ഞു. അതൊരു ആരാധനയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈ ഒച്ച ഒന്ന് പുറത്തു വരണേ അഭിഷേകം ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് ആ ഒരു ടോണുണ്ട്, അത് തന്നെ അതൊന്ന് പൊട്ടണമെങ്കിൽ ആത്മശക്തി വരും. ആത്മശക്തി വരും. ആത്മശക്തി വ്യാപരിച്ചാൽ തൊണ്ടയുടെ കെട്ടിന് രാത്രി അഴിയും. മാവിന്റെ കെട്ടിന് രാത്രി അഴിയും. എന്റെ കൈകാലുകളുടെ ബന്ധത്തിന് രാത്രി അഴിയും. മൂന്ന് പേര് മുറ്റത്ത് നിന്ന് ആരാധിക്കുക. 3 പേര്. ഒരാളെ കാണാൻ വരും, 2 പേരെ കാണാം. ഒരാളെ ഒരു മറിയ, മറ്റൊരാളെ എലിസബത്ത്, മറ്റേത് യോഹന്ന അകത്ത. ഒട്ടനെ നമ്മുടെ എലിസബത്ത് പറയുകയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടു. അത് മറുവശമാണ് എന്റെ ചിന്ത. ഞാൻ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ ക്ഷമിക്കണം. എന്റെ
നിന്നോട് പറഞ്ഞ അതേ ദൂതായിയോട് പറഞ്ഞു. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാനുണ്ടാവും. ഇനി ഇവിടെ ഇടിവെട്ടി ആരെന്ന് പറഞ്ഞാൽ ഇവിടെ വെക്ക്. ഞാൻ പറയുന്നത് വിഷമൊന്നും തോന്നരുത്. മിണ്ടാൻ മേലാതെ വരുന്നതിന് മുമ്പ് മിണ്ടിക്കണം. ദൈവത്തെ സ്തുതിച്ചോണം. കൈ അനങ്ങുമ്പോൾ ദൈവത്തെ ആരാധിച്ചോണം. നൃത്തം ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ദൈവത്തെ ആരാധിച്ചുകൊള്ളുക. നീ ഭാഗ്യവതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ അറിയോ? ഞങ്ങളുടെ വീട്ടിൽ ഇതാ അവസ്ഥ. ഏ ദിവസം നന്നായിട്ട് അറിയാം. കാരണം 50 ലക്ഷം ചെയ്ത ആളും ആളുകൾ എല്ലാം ഉള്ള ആളാ, അറിവുള്ള ആളാ. ഈ ഭാഗപ്രപഞ്ചത്തിന് അത്ര അറിവൊന്നുമില്ല, പക്ഷെ വിശ്വസിച്ചു. വിശ്വസിക്കുന്നവർക്ക് ആ ദൈവശക്തി, പഠിക്കുന്നവർക്ക് ദൈവശക്തി ഞാൻ കണ്ടില്ല. വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. പഠിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയും ഞാൻ കണ്ടിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുണ്ട്. ഇന്ന് രാത്രിയിലുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഭൂമിയുടെ അറ്റം മുതൽ അതിന്റെ വെളിപ്പാടിന്റെ രാത്രിയുണ്ട്. ആമേൻ. അവളുടെ ജീവിതം സുവിശേഷത്തിന് വേണ്ടി കൊടുത്തോളം. അവളെ കുറ്റം പറയാൻ എളുപ്പം. എന്നാൽ ഞാൻ പറയുന്നു, അവളെ മാതൃകയാക്കുക. അവളെ മാതൃകയാക്കാൻ കുറെ കാര്യങ്ങൾ എനിക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒന്ന്, അധികം സംസാരിച്ചായിട്ട് കാണുന്നില്ലേ സഹോദരി? വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ഒരബദ്ധം ഒരിക്കൽ പറ്റിയ പിന്നെ ആവർത്തിക്കുക. പുള്ളിക്കാരത്തിന് വേറെ പോകാം. കർത്താവിന്റെ ഒരേ ഒരു അത്ഭുതത്തിലേക്ക് കയറി ഇടപെട്ടു. അത് കാനായിലെ കല്യാണം. ഒന്ന് ഇടപെടണമെന്ന് അതിന് റെക്കമെൻഡ് ചെയ്യും. യേശുവിന്റെ മറുപടി പുള്ളിക്കാരത്തിന് മനസ്സിലായി. പക്ഷെ നമുക്ക് ഇന്നൊരു പിടി ഭയങ്കര വ്യാഖ്യാനങ്ങളെ കുറിച്ച് നമുക്ക് സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിലല്ല, ഇതിന് മാത്രം മനസ്സിലാക്കാൻ വേണമല്ലോ. പക്ഷെ പുള്ളിക്കാരത്തിന് മനസ്സിലായി. പിന്നെ ഒറ്റ കേസിലിടപെട്ടു. പുരുടന്റെ കണ്ണ് മണ്ണ് തേച്ചപ്പോൾ എന്തിനാണ് മണ്ണ് തേക്കുന്നത്? വേറെ ആളെ എന്നാൽ വേറെ പുരുടനെ തട്ടിയപ്പോൾ മണ്ണ് തേച്ചിട്ടുണ്ടോ? ഇങ്ങനെ കയറി പറയേ. പൊതുവെ രീതി നമുക്കറിയാം. ഒരു കാര്യത്തിൽ ഇടപെട്ടില്ല. എന്റെ അച്ഛാ ഇതിലേക്ക് മണ്ണ് തേക്കുന്നത് പാവം, അതിനെ ഇനി ആരാണ്? ഇതൊന്നും എടുത്തില്ല. കാരണം ഇതൊന്നും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ചെയ്തോട്ടെ. എന്ത് വെളിപാട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറയാൻ മനസ്സിലാവുക. അവിടെ കഴിവ് മാതൃകയാക്കേണ്ട കാര്യങ്ങൾ 10 പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, ഒരു സ്വാധീനം ചെലുത്താവുന്ന ഒരു അവസരം വന്നു അപ്പോസ്തല പ്രവൃത്തി 1. യൂദ മാറിപ്പോയ സ്ഥലത്തേക്ക് ഒഴിവ്. എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മോനുണ്ട്. അവനിങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം. എന്നാൽ അവന്റെ പേരൊന്ന് കുറിച്ചൊന്ന് കൊടുത്താൽ കളികളായിരുന്നു. ഇതാരായിരുന്നു പറഞ്ഞു ഏറ്റവും അതുകൊണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരത്തിലുണ്ട് ഇവിടെ. പുള്ളിക്കാരത്തിയുടെ പ്രസംഗ ഭരണകാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെയൊക്കെ ഒരു തീരുമാനമെടുത്ത് അവർക്ക് വിടുന്നത്. ഇണങ്ങാതിരിക്കാനേ പറയാം. ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ചെവി പറഞ്ഞ പാസ്റ്ററെ മാറ്റിയില്ലേ വേണ്ടി ആ പുള്ളിക്കാരത്തിൽ മാറ്റി. മറിയെ കണ്ടുപിടിക്കണം. അവൾ സുവിശേഷത്തിന് വേണ്ടി വളരെ ഇൻവെസ്റ്റ് ചെയ്തവളാണ്. സുവിശേഷത്തിൽ നിന്നൊന്നും സമ്പാദിച്ചിട്ടില്ല. ശ്രദ്ധിച്ചോണം. സുവിശേഷത്തിൽ ഒരു പദവി അവൾ എടുത്തില്ല, ഒരു മാനം അവൾ എടുത്തില്ല, ഒരു അംഗീകാരം അവൾ ചോദിച്ചില്ല, ഒരു പൊസിഷൻ അവൾ ചോദിച്ചില്ല. കഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അടക്കണം ചോദിച്ചില്ല. കൊടുത്തു സുവിശേഷം. രണ്ടാമത് ഞാൻ കഥാപാത്രം പുള്ളിക്കാരത്തിന്റെ ഹസ്ബൻഡാണ് ജോസഫ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18, 19, 20 പെട്ടെന്ന് വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു.
അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ശരിക്കും എൻജോയ് ചെയ്യേണ്ട പ്രായം, എൻജോയ് ചെയ്യേണ്ട സമയം അത് നാശിച്ചു. എൻഗേജ്മെന്റെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് 2-3 ദിവസം കഴിഞ്ഞു, ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഒരു കോള് വന്നു. ജോസഫ് അല്ലേ? അതെ. എന്നാണ് വിശേഷം? ഓ, ഒരു ശേഷം ഞാൻ പറഞ്ഞായിരുന്നു പിന്നെ എൻഗേജ്മെന്റിന്റെ കാര്യം. അത് വേറെ വലിയ വിശേഷമുണ്ട്? ഇല്ല, ഒരു വിശേഷം ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. അയ്യോ, കഷ്ടമായി. ഞാനായിട്ട് പറഞ്ഞു ഇതുപോലെ ആശ്വാസം. എനിക്ക് സുഖമില്ലായിരുന്നപ്പോൾ ഒരാൾ വിളിച്ചിട്ട് പറയും, പാസ് ഒന്നും വിഷമിക്കേണ്ട വേണം, ഇതുപോലെ ഒരാൾക്ക് ഇങ്ങനെ വിഷമം വന്നത് കഴിഞ്ഞ ആഴ്ച അനുഭവിച്ച കാര്യമാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ അടുത്തപ്പോൾ ജോസഫ് സഹോദരനല്ലേ, എന്നാ വിശേഷം? ഇല്ല ബ്രദർ, പ്രത്യേകിച്ച് വിശേഷമൊന്നും. എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ എന്തും പറ. ഇല്ല, ഞാൻ പറയും. ഒടുവിൽ പുള്ളി അറിഞ്ഞില്ല. പുള്ളി അറിഞ്ഞപ്പോ പുള്ളി എന്ത് ചെയ്തെന്ന് ഞാൻ ഈ പുസ്തകം പഠിച്ചതെന്ന് പറയാം. പുള്ളി പ്രാർത്ഥിക്കാനില്ല. എന്റെ കർത്താവ് എന്നോട് എന്തിനാ? ഞാനങ്ങനെ ഒരുപാട് ആൾക്കാരുടെ എല്ലാം അടുത്ത് നടന്നു, ആരെയാലും കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആകെ ഒരു പ്രത്യക്ഷയെ കണ്ടു. അതിനോട് വാക്കും പറഞ്ഞു, ഇപ്പത്തെ ഇങ്ങനെ കേൾക്കുന്നല്ലോ, എന്നാ ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ പഠിക്കും. അതിന് ഉത്തരവാദിത്വം പരിശുദ്ധാത്മ. ജോസഫിന്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവൻ മാന്യനാണ്, അവൻ നീതിമാനാണ്. മറ്റൊരാൾക്ക് അപവാദം വരുത്താൻ പുള്ളിക്ക് താല്പര്യം. ഞാൻ വളരെ ശാന്തമായിട്ട് ചോദിച്ചു, ഒരാൾക്ക് അപവാദം വരുത്തുന്നതിൽ മനസ്സിൽ സന്തോഷമായിട്ട് വന്നു കൈകൾ ഇതിലേക്ക് പറയണം. ഈ കാലം തെളിക്കാത്ത എന്നാന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. മറ്റൊരാൾക്ക് അപവാദം വരുത്തുമ്പോൾ സന്തോഷമുണ്ടോ? ഉണ്ടെങ്കിൽ നിർത്തണം. ഈ രഹസ്യത്തിലെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം. ഞാൻ സത്യമായിട്ട് പറയും, ദൂത് പറയും, ഒരു ആത്മീയ പരിപാടി. നീ പറഞ്ഞതും അറിഞ്ഞതുമായ കാര്യം ശരിയല്ലെങ്കിലോ? അപ്പൊ നിങ്ങളുടെ ചോദ്യം, ശരിയാണെങ്കിൽ വിധിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മറ്റൊരാൾക്ക് അപവാദം വരുത്തുന്നതിൽ സന്തോഷമുള്ള ആരോഗ്യം ഇവിടെ വളരെ കഷ്ടം. അതൊരു എൻജോയ്മെന്റ് ആണെങ്കിൽ ഇത് ഡേറ്റ് കഴിഞ്ഞു, നിന്റെ കാര്യം വലിയ കഷ്ടം. അവൾക്ക് ലോകം വരുത്തുന്നത് എന്റെ ബിസിനസ് അല്ല. അവന്റെ റൈറ്റ് ഞാൻ പറയാം, അവന്റെ ഭാഗത്ത് ന്യായവും. അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീട്ടുകാരുടെ ഒരു കേസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വഞ്ചിച്ചില്ലേ? ഒന്നിനൊരിക്കലും ഒരു തീരുമാനിച്ചു, ഞാൻ എവിടെ നിന്ന് മാറിയത്? ഞാൻ ഈ ആൾക്കാർ നേരെ ന്യൂയോർക്കിന് പോയത്. പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറിയേക്കാണ്, ഞാൻ പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പരിശുദ്ധാത്മാ പറയാം, നീ ഇവിടെ നിന്നു, ഞാൻ പ്രൊട്ടക്ട് ചെയ്തോ. എന്റെ നാമം നിമിത്തമാണ് നിനക്ക് അപവാദം വന്നതെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം ഞാൻ തരും. ജീസസ് കർത്താവിന്റെ നാമം നിമിത്തം അവൻ
അപമാനിക്കപ്പെട്ട ആരുണ്ട് ഇന്ന് രാത്രി? കർത്താവിന്റെ നാമനിമിത്തം അപവാദം ചുമന്നേറ്റ പേരുണ്ട്. സ്വർഗത്തിൽ ഒരു ഡയറിയും നോട്ട് ചെയ്യും, നിന്റെ തലമുറയെ ദൈവം ആദരിക്കും. ജോസഫ് വളരെ ഡീസന്റായ ഒരു മനുഷ്യൻ. നിങ്ങൾ ഈ മത്തായി സുവിശേഷം 1-2 അധ്യായം പഠിച്ചാൽ ജോസഫിനോട് ദൈവം സംസാരിച്ച 5 സ്ഥലം ഞാൻ കണ്ടു. ജോസഫ് മറിയോട് ഒറ്റ പ്രാവശ്യം വേണ്ടി വന്നു. അപ്പൊ ആരാ പ്രയോജനപ്പെട്ടതെന്ന് ആലോചിച്ച് ഒന്നുകൂടെ പറയാം. ജോസഫിനോട് ദൈവത്തിന്റെ ദൂതൻ ഇടപെട്ട 4-5 രംഗങ്ങൾ ഈ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ മറിയോട് ഒരു പ്രാവശ്യം വേണ്ടിയുള്ളൂ. പക്ഷെ പേര് വിടാത്ത കൂടുതൽ പണം മറിയുടെ. പക്ഷെ ദൈവത്തിന് കൂടുതൽ കണക്ഷൻ ജോസഫിനോട്. ജോസഫ് വളരെ മാന്യനായിരുന്നു, വളരെ ഡീസന്റ് ആയിരുന്നു, വളരെ ഭക്തനായിരുന്നു, ദൈവ ശബ്ദത്തിന് ഭൂമിയുടെ ആളായിരുന്നു. ജോസഫിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാം. ദൈവശബ്ദം കേട്ട് യാത്ര ചെയ്യണം മനുഷ്യൻ. ഗർഭവതിയായ സഹോദരി, ആ സഹോദരിയെ എത്ര നന്നായിട്ട് മനുഷ്യൻ പ്രൊട്ടക്ട് ചെയ്യും. ആ ദുർബല നിമിഷത്തിൽ ആ സഹോദരി അമ്മ കൂടെയില്ല, അമ്മായിയമ്മ കൂടെയില്ല. ഈ മനുഷ്യനാണ് സഹായിച്ചത്. അദ്ദേഹത്തെ മാന്യനാണ്. ആ കൈകുഞ്ഞിനെ കൊണ്ട് ട്രാവൽ ചെയ്തോളം ദൂരം പറയുക. ആരാ ഇതിനെല്ലാം റിസ്ക് എടുക്കുന്നത്? ജോസഫ് ആർക്കു വേണ്ടി ഇതെല്ലാം ചെയ്തത്? സുവിശേഷത്തിന് വേണ്ടി. സുവിശേഷത്തിന് വേണ്ടി. എത്ര ശ്രേഷ്ഠനായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം സുവിശേഷത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഇൻവെസ്റ്റ് ചെയ്തവരിൽ പ്രമുഖനാണ് അദ്ദേഹം. 3-ാമത്തെ ഗ്രൂപ്പ് മത്തായി സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിക്കേണ്ടതാണ്. സമയമില്ലാതിരിക്കാം. 10-11 വാക്യം. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവനെ പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ആ പൊന്ന് ആണ് പിന്നീടുള്ള ട്രാവലിംഗിന് കൂടുതൽ ഉപയോഗിച്ചത്. ഇതൊരു നിർദ്ധന കുടുംബമാണ്. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബമാണ്. യാഗം അർപ്പിച്ചത് പ്രാവുകുഞ്ഞിനെയാണ്. ഏറ്റവും പാവപ്പെട്ട വീടാ. ഈ നീണ്ട യാത്ര ചെയ്യണമെങ്കിൽ ബാലൻസ് പൈസക്ക് നോക്കേ പറ്റുള്ളൂ. ടൂർ പോകുന്നവരെ കടമടിച്ച് പോകാറില്ല. ബാലൻസ് പൈസ ഉള്ളവരെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൂറാ. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാ പോകുന്നത്. ഇതിനെല്ലാം പൈസ ആര് കൊടുത്തു? ഈ കിഴക്കിൽ നിന്ന് വന്ന ടീം വലിയൊരു ടീമായിരുന്നു. അവർ നല്ല സ്വതന്ത്രം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷത്തിൽ അവർ വഹിച്ച പങ്ക് ചെറുതല്ല. അവർ വഹിച്ച പങ്ക് വലുതാണ്. അവർ ചെയ്ത യാത്ര, അവർ സഹിച്ച പാടുകൾ, ബുദ്ധിമുട്ടുകൾ വലുതാണ്. നമുക്ക് അതിപ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോകേണ്ടതുകൊണ്ട് അവിടെ വിടുന്നു. വേഗത്തിൽ മുന്നോട്ട് വരാം. അടുത്ത വർഷങ്ങൾ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞു. യേശു ലോകത്തിൽ വന്നു. കർത്താവ് മിനിസ്ട്രി ആരംഭിച്ചു. സുവിശേഷത്തിൽ പങ്കുവഹിച്ച മറ്റൊരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മാർക്കോസ് 2-ാം അധ്യായം 1 മുതൽ 5 വാക്യങ്ങൾ, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കപ്പർനഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് സൂചിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര ഒളിച്ചു തുറന്ന് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാരിരുന്ന്, ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആരെ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുന്നു എന്ന് പറയുന്നതോ ഏതാണെന്ന് എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകാൻ
യോസഫെത്തി വലതുവശത്തെ വാതിൽ വന്നപ്പോ ഈ പച്ചായനും പാപ്പച്ചായനും മതി. അച്ഛാ ഇച്ചിരി ഒന്ന് പറയാവോ? പുള്ളി കണ്ണടച്ചു. കണ്ണ് തുറന്നിരിക്കുന്ന ഒരു യോഗ ടീച്ചറുണ്ടാവും. പുള്ളിയെ ചോദിച്ചു, ഇതിലൊന്ന് കയറ്റിവിടാവോ? യേശുവിന്റെ നാമത്തിൽ അടക്കമിച്ചാല് ഇത്രയും നല്ല യോഗം നടക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത കേസുവില്ല. ഇതൊക്കെ വല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ഇതാരായാലും നമ്മുടെ കാര്യം. ദൈവസഭ എന്ന് പറഞ്ഞ എന്തുവാ? തകർന്നവർക്ക് സൗഖ്യം കൊടുക്കുന്ന സ്ഥലമാണ്. നിരാശപ്പെട്ടവരുടെ വിടുതലിന്റെ കേന്ദ്രമാണ്. ആത്മഹത്യക്ക് പോകുന്നവരുടെ ഉദ്ധാരണത്തിന്റെ സ്ഥലമാണ്. VIP കൂടി വസ്ത്രത്തിന്റെ ഗവനാടിക്കാനുള്ള സ്ഥലമല്ല സഭ. എന്തിനാണ് സഭ? വിടുതൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി ദൈവം തോന്നുന്ന വാതില ദൈവസഭയുടെ വാതിൽ. ഒരു പുള്ളിക്ക് കാശുണ്ടായ ഒരു ആശുപത്രി ഡോക്ടർമാരെ ശമ്പളത്തിൽ വെച്ചു, ഡയറക്ടറെ വെച്ചു. പുള്ളി അത് കഴിഞ്ഞാൽ ഒരു പൂവൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ആശുപത്രി കാലൊഴിഞ്ഞു, കൈ ഒഴിഞ്ഞു, തല കൊണ്ടില്ല. ഈ പരിപാടി വന്നപ്പോ ഇത് മാന്യമാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഒരു വല്ലാത്ത ദുർഗന്ധം. ഇതെന്താണ് ഇവിടെ മണക്കട്ടെ? എന്റെ പൊന്നു സാറെ, സാറ് പോയി ഇങ്ങനെ ഭാരം തുടങ്ങും. ഇത് ആശുപത്രിയാണ്, ഇത് രോഗികൾക്കുള്ളതാ, കാലൊടിഞ്ഞവർക്കുള്ളതാ. സഭ ആർക്കുള്ളതാ? സഭ ആർക്കുള്ളതാ? സഭ ആർക്കുള്ളതാ? ഞാൻ ദൈവത്തിന് ദൂത് പറയുന്നു, ദൈവസഭയെ ആരും ക്ലബ്ബാക്കരുത്. ദൈവസഭയെ ലയൺസ് ക്ലബ്ബാക്കരുത്. ദൈവം നിനക്ക് വാഹനങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, വീട് തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ആ സഭയിൽ ധരിക്കരുത്. വീടില്ലാത്തവരും വണ്ടിയില്ലാത്തവരും ജോലിയില്ലാത്തവരും ടെസ്റ്റ് പാസ്സാകാത്തവരും നിന്റെ സഭയിലാണ്. അവനെ ആദ്യം കെട്ടിപ്പിടിച്ച് നിന്നോളാം. നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. കാറിന്റെ കാറ്റിലേക്ക് നോക്കിയിട്ടാണോ കൈ കൊടുക്കുന്നത്? എങ്കിൽ കാണാതെ ഒരിക്കാതിരിക്കാറുള്ളത്. ദൈവപുത്രൻ ചോര കൊടുത്ത സഭ ലയൺസ് ക്ലബ് ആക്കരുത്. ഞാനൊരു മനുഷ്യനോട് സൂചിക്കാൻ പറഞ്ഞു അടുത്ത് വന്നപ്പോ ഒരു മൂപ്പൻ എന്നെ വിളിച്ചു പറയാം, അങ്ങനെ കുടുംബത്തിൽ അറിയാമോ? ഞാൻ പറഞ്ഞറിയാമേ. ആ അതൊക്കെ അതിന്റെ വിളി സഭ കേട്ടോ. ഇങ്ങനെ കുടുംബത്തിൽ എനിക്കറിയാം പറയുകയാണ്. ഒരുപാട് ചരിത്രമൊന്നും പറയാനിരിക്കാറുണ്ട്. ദൈവം നിന്നോട് കരുണ ചെയ്തില്ലെങ്കിൽ നീ ഇവിടെ വരില്ല. നീ ഇവിടെ വരില്ല. ദൈവം നിന്നോട് കരുണ ചെയ്തില്ലെങ്കിൽ നീ ഇവിടെ വരില്ല. ചിലരെ ചുമന്നുകൊണ്ട് വന്നാൽ ചുമക്കാൻ പോയി തോന്നുന്നവരും മാറിക്കൊടുക്കട്ടെ. ഒരു പാപ്പച്ചായ ഉടനെ സഹോദരിമാരുടെ സൈഡിൽ പോയി കിഴക്കരയുടെ വാദം. അവിടെ ഒരു അമ്മയും അമ്മാമ്മയും കുഞ്ഞോളം അമ്മാമ്മയെ ഇച്ചിരി സ്ഥലം തരാം. സ്ത്രീകളുടെ ഭാഗത്തേക്കാണ് പുരുഷന്മാർ വരുന്നത്. വിശുദ്ധിന്റെ ആടുകളിലേക്ക് പോയി അമ്മാമ്മ പിന്നെ എന്നാ സുചാരത്തിൽ പങ്കുവയ്ക്കുന്ന കാര്യം പറയും. ഇതായിപ്പോ പങ്കുവയ്ക്കും. ഈ സഹോദരന്മാർ നിരാശരായി. ചുമക്കുന്നവരെ ഓർത്തുകൊള്ളുക. തടസ്സങ്ങൾ വന്നാലും നിർത്തരുത്. പ്രതിബന്ധങ്ങൾ വന്നാൽ നിർത്തരുത്. വിമർശനങ്ങൾ വന്നാൽ നിർത്തരുത്. ചുമക്കുക, ചുമക്കുക. ഒടുവിൽ നടന്നു വീട്ടിൽ പോകും. Oh, Jesus!
ഇനി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? അമ്മച്ചോട് നമ്മൾ എന്നാ പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ബോധപ്പെടുന്ന നോക്കി കെട്ട കിടക്കുന്നു. ഓ, ഇവിടെ വന്ന് വിടുതൽ കിട്ടിയൊക്കെ ഗതിയിലാണെങ്കിൽ നമ്മൾ എന്തിനും ആറ് സ്ഥലം കൊടുക്കില്ല. വളരെ ഇനിയുള്ള എന്റെ ഭാവനയാണ്. പുള്ളിക്കാരൻ പോക്കറ്റിൽ മൊബൈൽ എടുത്തു. ഈ കൊണ്ടുവന്നതിൽ ഒരാൾ വീട്ടിലെ അച്ചായന്റെ പേര് ബാബുച്ചാൻ അകത്തുണ്ട്. പുള്ളിയെ വിളിച്ചു, അച്ഛാ ഞാനാണ് കുഞ്ഞുമോനെ. എന്നോട് പറഞ്ഞു യോഗത്തിന് വരാൻ. ഞാൻ അച്ഛൻ ഞാൻ വന്നു കേറാൻ പറ്റുന്നില്ല. അല്ല ബ്രദറിന്റെ കയറി പോലെ അല്ല, ഞാൻ മാത്രമല്ല, ഒരു പേഷ്യന്റ് ICU കിടക്കുന്ന ഒരാളാണ്. എന്റെ ബ്രദറെ എവിടെ? ഞാൻ ഈ പുറത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ യാത്ര നേരെ പറ്റുന്നില്ല. കർത്താവ് മുന്നോട്ട് കൊണ്ടുണ്ട്. ഒന്നും പഠിക്കുന്നില്ല. എന്നാണ് മനുഷ്യൻ ഈ വീട്ടിനകത്ത് യോഗം വെക്കണേ തന്നെ ഹൃദയം ഉറക്കണം. ഈ വലിയ വീട് കുഴപ്പമില്ലെന്നല്ലേ? കാരണം ഈ മാർക്കോസിന്റെ വീട് ചെറിയ വീടല്ല. അതിന്റെ ആ ഡൈനിങ് ഹോളിൽ ആ മെയിൻ ഹോളിൽ 120 പേർ യോഗം സ്ഥലമുണ്ട്. 120 പേർക്ക് കൈകൊട്ടി പാടാൻ സ്ഥലമുള്ള വീടായിരുന്നു അന്ന്. അതുപോലെ ലുധിയായിട്ട് വീട് ഇച്ചിരി വലുതായിരുന്നു. കാരണം സഭ എവിടെയാണ്. പക്ഷേ വീട് വലുതാവുന്ന ഹൃദയം കൂടെ വലുതാവും. ഇല്ലെങ്കിൽ വലിയ പ്രയോജനമില്ല. വീട് വലുതായാൽ ഹൃദയം വലുതാകണം. ചിലപ്പോൾ ചെടിച്ചെടിയൊക്കെ ഒന്ന് തട്ടി ഒഴിഞ്ഞിരിക്കും. ആ കാലത്ത് ഇച്ചിരി ചെടിയായി തിരിച്ചു. എന്റെ പൊന്നമായിട്ട് മൊത്തം ചെളിയത് കിട്ടിയില്ല. ഇത് ചെളിയാണേ. മിനിറ്റുകൾക്കുള്ളിൽ ചെളിയാകാൻ പോകാം. ഇതൊന്ന് ഓർത്താച്ചാൽ മതി. പാട്ട് പാടിയ സഹോദരൻ പറഞ്ഞില്ല, ഞെട്ടിപ്പോയി. ഇവിടെ പാടി വെച്ചത് അവിടെ പോയി ഇരുന്നപ്പോ പെയിൻ ആരംഭിച്ചു. എന്റെ ദൈവ കരടലിരിക്കും. അതുകൊണ്ട് ഈ കൊല്ലം പാടാൻ എന്റെ സഹോദരങ്ങളെ, ഇത് പൊടിയാണ്, ഇത് ചെളിയാണ്. എന്റെ വീട്ടിൽ 7 നില സഹായം നടന്നിട്ടുണ്ട്. കൊച്ചു വീടാണ് അതിനകത്ത്. എനിക്കറിയാം വീട്ടിൽ ഓർമ്മ ഗുണമൊക്കെ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും സഹായം എനിക്ക് വീട്ടിൽ നിന്ന് വന്നവരാ. എന്നോട് സഹോദരൻ പറഞ്ഞു, അത്താഴം ഉണ്ണാനായിട്ട് 5 സഹോദരന്മാർ ഇരുന്ന് പാത്രത്തിലോട്ട് കൈയിട്ടു. ഇച്ചിരി ഉണ്ണപ്പെടുത്ത് ഒരു പാത്രം കൊടുപ്പോ പാലൊക്കെ വന്ന് മുട്ടി. അമ്മച്ചി ഓടി വന്ന് പ്ലേറ്റ് അച്ചു എടുത്തോട്ട് പോയിട്ട് ഇങ്ങനെ സ്കെയിലിൽ വെച്ച് വരച്ച് ഈ വലിയ പിള്ളേര് കൈയിട്ട ഭാഗം മാറ്റി. എന്നിട്ടെല്ലാം അമ്മച്ചിക്ക് അറിയാതെ എന്റെ പത്രങ്ങൾ എല്ലാം കൂടെ ഡിഷിനകത്തിട്ട് ഈ പാത്രന്മാർക്ക് കൊടുത്തു. പിള്ളേരെ കൈയിട്ടത് മാത്രം വെച്ച ആ പിള്ളേരിൽ നിന്ന് ആരാ പറയുന്നത്? ആ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളിപ്പോ എടുത്തത് ഇപ്പോൾ വീട് തുറന്നു കൊടുത്തവരാണ് നമ്മുടെ പിതാക്കന്മാർ. വീട് തുറന്നു കൊടുത്തവരാണ് നമ്മുടെ പിതാക്കന്മാർ. കുഞ്ഞുങ്ങളെ പട്ടിണിയാക്കിയിട്ട് വീട് തുറന്നു കൊടുത്തവരാണ് നമ്മുടെ പിതാക്കന്മാർ. ഇന്ന് VIP കളിക്കരുതേ. നമ്മുടെ കുടുംബങ്ങളിൽ ശാപം വരാൻ ഇടയാകരുത്. വീട് സുവിശേഷത്തിനായി തുറക്കാം. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, മക്കളെ മോളത് പൊളിച്ചു, എന്റെ അച്ഛ പൊളിച്ച അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒരു മനുഷ്യന്റെ വിടുതലാണ് വലിയ കാര്യം. ഓടി വെച്ച് കയറാ പൊളിക്കുക. മീനിറ്റ് വെച്ചാൽ താട്ടിളക്കി ഇറങ്ങി വരുന്നു. ഇനിയുള്ള രംഗങ്ങൾ ധ്യാനിച്ചു പോയാൽ നമുക്ക് ഒറ്റ ഭാഗം വായിക്കാൻ പറ്റുള്ളൂ. 1 വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന ആ പ്രോഗ്രാമിൽ നിന്ന് ഇത് വായിക്കുന്നു. മനസ്സിലായി? 1 വർഷം കൊണ്ട് വായിച്ചു തീർക്കുന്ന പ്രോഗ്രാമിലാണല്ലോ മിക്കവാറും വായന. അങ്ങനെ വായിച്ചാൽ ഈ സമയം കൂടി കിട്ടത്തില്ല. അവിടെ ജയിക്കണം. ഈ സൈസ് രോഗിയെ മുകളിലോട്ട് കയറ്റുന്നത് ഈ കാട്ടിൽ ശരിയാവോ? ശരിയാത് താഴെ അല്ലെന്നാ അങ്ങനെ ചേട്ടാ പിടിച്ചു കിടക്കുന്ന പിടിക്കാൻ പറ്റില്ലേ? ആശുപത്രിയിലെ പോലെ കട്ടിൽ ഇങ്ങനെ വേലിക്കെട്ടൊന്നുമില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. എങ്ങനെ കയറിയാ മതി. അപ്പൊ ആ യൂണിറ്റി ആരാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. സുവിശേഷ വേല എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഈസിയായിട്ട് നടക്കില്ല. ടീമെല്ലാം നല്ല യൂണിറ്റി ഉണ്ടാവും. 100 കെട്ടി പോലെ
പക്ഷെ ചുമക്കാൻ ആളുണ്ടാവും. എന്താ പറയാ, അവരുടെ വിശ്വാസം കണ്ടത് അതിനെയൊന്നും വ്യാഖ്യാനിച്ച് വിഷമിക്കണ്ട. അവരുടെ വിശ്വാസം കണ്ടിട്ട് അത് പറഞ്ഞു വേറൊരാളെ വിശ്വാസം കൊണ്ട് ഒരാളെ വ്യാഖ്യാനം ഉണ്ടാക്കിയത് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഈ കൊണ്ടുവന്നവർക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള ഒരു സംശയവും. കൊണ്ടുവന്നവരുടെ വിശ്വാസം ഭയങ്കര തന്നെയാണ്. വിശ്വാസം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ, വിശ്വാസം ഉണ്ടെങ്കിലേ വീട് പൊളിക്കാൻ പറ്റുള്ളൂ, വിശ്വാസം ഉണ്ടെങ്കിലേ വീട് വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ, വിശ്വാസം ഉണ്ടെങ്കിലേ അധ്വാനിച്ച കാശ് പൂജകളിലേക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. സുവിശേഷത്തിൽ ഒരു പങ്കാളി. കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഇങ്ങനെ എത്ര പേര് നമ്മുടെ ദേശത്ത് ഒന്ന് നിർബന്ധിച്ച, ഒന്ന് ഉത്സാഹിപ്പിച്ച, ഒന്ന് താങ്ങിയ, ഒരാഴ്ചത്തെ വണ്ടിക്കൂലി കൊടുത്ത, ഒന്ന് പ്രോത്സാഹിപ്പിച്ച, ഒന്ന് ഫോൺ ചെയ്ത, ഒരു SMS അയച്ച, ഒന്ന് വീട്ടിലൊന്ന് പോയി കണ്ട, വിഷമിക്കുന്ന പ്രവേ ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം സഹായിക്കും, ജോലി ശരിയാവും എന്നൊന്ന് പറഞ്ഞ എത്രയോ പേര് രക്ഷിക്കപ്പെടാറുണ്ട്. എത്രയോ പേര് രക്ഷിക്കപ്പെടാറുണ്ട്. ഇവിടെ തന്നെയുണ്ട്, ഇവിടെ തന്നെ. സുവിശേഷത്തിൽ ഒരു പങ്കാളി. ദൈവത്തിന്റെ വചനത്തിലോട്ട് നമ്മൾ ഇനി ഇറങ്ങിപ്പോയ സുവിശേഷത്തിൽ പങ്കാളിയായ ഓരോരുത്തരെയും നിങ്ങൾക്ക് ഇന്ന് രാത്രി അങ്ങനെ മുമ്പോട്ട് പോകാതെ നമ്മളെ ഒന്ന് ശോധന ചെയ്യുവാൻ നമുക്കൊരു സമർപ്പണത്തിലേക്ക് വരാൻ ഇന്ന് രാത്രി കഴിയും. സുവിശേഷത്തിൽ ഞാൻ ഒരു പങ്കാളിയാകും. ഞാൻ എൻ്റെ പങ്ക് നിർവഹിക്കും. ഞാൻ അതിനായി എനിക്ക് സമർപ്പിക്കും. നിങ്ങളുടെ പങ്ക് എങ്ങനെ നിങ്ങൾക്ക് നിർവഹിക്കാം? ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ഇവിടെ വന്ന ശേഷം മനുഷ്യൻ എന്നെ 3 പ്രാവശ്യം ഫോൺ ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, ഞാൻ ജനിച്ച പഞ്ചായത്തിൽ മുഴുവനും വീടുകളിൽ സുവിശേഷം എത്തിക്കാൻ എത്ര രൂപ ചെലവാകും? ഞാൻ തുക എഴുതാത്തൊരു ചെക്ക് തരട്ടെ. ഞാൻ പറഞ്ഞു വരട്ടെ, ഞാൻ പറയാം. ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവരെയോ ഞാൻ ദൈവത്തെ എന്താ എന്നോട് പറയാൻ കാര്യം അതുകൂടെ പറഞ്ഞു. ടെലിവിഷനിലൂടെ ഗ്രാമസുവിശേഷീകരണത്തിൽ ചെറിയൊരു ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു. ഗ്രാമങ്ങളിലുള്ള വീടുകളിലെല്ലാം എത്തുന്ന കേബിൾ പ്രോഗ്രാം, ലോക്കൽ കേബിൾ. വലിയ കാര്യമൊന്നും ഞാൻ ഒരിടത്ത് പറയാറില്ല. എനിക്ക് സംഭവമാണെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, എന്നെ ഏൽപ്പിക്കാൻ അല്ല ഞാൻ പറയും. നിങ്ങൾ സഭയായി ആലോചിച്ച് നിങ്ങളുടെ ഗ്രാമത്തിലെ വീടുകളിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ കുറിച്ച് ഒരു സർവേ നടത്തണം. കേരളത്തിൽ എത്ര സ്ഥലങ്ങൾ ഇനി ബാക്കിയുണ്ട്? കേരളം അങ്ങോട്ട് കഴിഞ്ഞാൽ എത്ര സ്ഥലം ഇനി ബാക്കിയുണ്ട്? കൺവെൻഷൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ ചെലവാക്കുന്ന പണം ചില സ്ഥലത്തെ പ്രയോജനത്തിൽ വരുന്നുള്ളൂ. പൊതുജനം വരുന്നില്ലാത്ത യോഗങ്ങളിലെ പണം മുടക്ക് നിർത്താം. സഭയുടെ മീറ്റിംഗ് നടത്തണം, ഇതുപോലെയുള്ള മീറ്റിംഗ് വേണം, സമ്മേളനം വേണമല്ലോ. പക്ഷേ സുവിശേഷ യോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? സുവിശേഷം എത്താത്തത് വേണ്ടേ? സുവിശേഷം കേൾക്കേണ്ടവരെ വേണ്ടേ? അത് കേൾപ്പിക്കാൻ ഇതിനെക്കുറിച്ച് സർവേ നടത്തിയത് 98% കൺവെൻഷനുകളിലും 100% വിശ്വാസികളെ വരുന്നുള്ളൂ. എങ്കിൽ പിന്നെ എന്നാ മാർഗം? സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ സുവിശേഷ യോഗം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഞങ്ങളുടെ സഭ ഈ വർഷം 5 കൺവെൻഷൻ ബീഹാർ സ്റ്റേറ്റിൽ നടത്തി. ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന ദേവദാസനോട് ചോദിച്ചു, ഇവിടെ ഒരു ഗ്രാമത്തിൽ കൺവെൻഷൻ നടത്താൻ എത്ര ചെലവുണ്ട്? അദ്ദേഹം പറഞ്ഞു 20,000 രൂപ ചെലവുണ്ട്. എത്ര പേര് പങ്കെടുക്കും? 500-ലധികം ആള് പങ്കെടുക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഇവിടെ 2 ലക്ഷം രൂപ മുടക്കിയാൽ 500 പേരെ കൊടുക്കും. വന്നതാര? മുഴുവൻ പേര് വിശ്വാസികൾ. മറ്റേതോ 20,000 രൂപ മുടക്കിയ മുഴുവൻ പേരോ വിശ്വാസികൾ. മുഴുവൻ പേരോ വിശ്വാസികൾ. ഈശോയുടെ ലോകത്തിൽ ഇന്ന് വരെ യോഗം നടക്കാത്ത സ്ഥലത്താണ് ഞങ്ങൾ നടത്തിയത്. 5 യോഗം. ആരാണ് പൈസ മുടക്കി? അവിടെയുള്ള ഓരോ കുടുംബം ഓരോ
സ്തോത്രം. സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ കുറിച്ച് അറിയണം. ഒന്നാമത്തെ കാര്യം, സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ കുറിച്ച് അറിവ് നേടുക, തലപൊക്കി നോക്കുക. നാല് ഭിത്തിക്കകത്തെ കാര്യം മാത്രം ചിന്തിക്കാതെ പുറത്തേക്ക് നോക്കണം. സുവിശേഷം എത്താത്ത സ്ഥലങ്ങളെ കുറിച്ച് അറിയണം. പിന്നെ എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥന? എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയല്ല, സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. പുതിയ വേലസ്ഥലത്ത് കഷ്ടപ്പെടുന്ന വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് കടന്നു പറയാം, തെറ്റിദ്ധരിക്കുകയില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാ. ഇന്ന് ഭൂമിയിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ പേര് പറ. സുവിശേഷം എന്താ സംശയം? ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു പോയത് ആ മനുഷ്യരെ പോലെ കേരളത്തിൽ ഒരു സ്വീപ്പർ ശമ്പളത്തിലാണ് 10,000 രൂപയ്ക്കാണ് ഒരു ജോലിക്കാരി പോയി. പക്ഷെ സുവിശേഷം പറയാം എല്ലാവരും കിട്ടിയാൽ പോകാം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യം തയ്യാറാണ്. 2000 കൊടുത്താൽ പോകാൻ തയ്യാറാണ്. തയ്യാറാണ്. പാട്ടും പാടി പോകാൻ തയ്യാറാണ്. പക്ഷെ അതും കിട്ടുന്നില്ല. പലയിടത്തും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള കാര്യമേ പറയുന്നു. സോ ഇതിനകത്ത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറെ വിഷയം. അതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണം. നീ മുടക്കിലേക്ക് പോകത്തില്ല. സ്വർഗത്തിൽ പ്രതിഫലം. കാറ്റിൽ നോക്കുന്നത് വിതക്കി, മഴ നോക്കുന്നത് കൊയ്യത്തില്ല. വിശ്വാസം കാല് വയ്ക്കും. വെറും 2000 രൂപയ്ക്ക്, വെറും 1000 രൂപയ്ക്ക് ഒരു പുതിയ സ്ഥലത്ത് പോയി കിടക്കുന്ന സുവിശേഷകനെ പോയി കാണും, പ്രോത്സാഹിപ്പിക്കും. ഇനി ഹോളം, നിലവിലുള്ള ഹോള് പൊളിക്കുക, അതിന് വീണ്ടും മാറിവിടുക. അതാ പുതിയ പരിപാടി. നല്ല കാര്യമൊക്കെ ഭാഷയും ദൈവം നമ്മുടെ മാനസികത എനിക്ക് എതിരില്ല. നല്ല ഹോളുകൾ പണയം, ആ കൂടെ ഒരു ഷെഡ് ഇല്ലാത്തടത്തൊന്ന് വെച്ച് കൊടുത്തേക്കണം. ഒരു ഷെഡ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് ഞങ്ങളുടെ ഹോള് നിറഞ്ഞു, ഇനി കത്താവ് വന്നാൽ മതി. നിങ്ങളുടെ ഹോള് നിറയാൻ കാര്യം ഹോള് ചെറുതായോ? ഇതെന്താണ് അറിയാത്തെ? ഇനിയും സ്ഥലമുണ്ട്. രാജാവ് വിളിച്ചു പറയാ, ഇനിയും സ്ഥലമുണ്ട്. എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? സഭ തീരുമാനിക്കണം. വല്ലവരും ഏൽപ്പിക്കരുത്. സഭ തീരുമാനിക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ടാണ് ചുമതലപ്പെടുത്തണം. പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയുള്ള കഠിനാധ്വാനം ചെയ്യുന്ന മിഷണറിമാരെ കുറിച്ച് അറിയണം. അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കണം. അവരെ പ്രാർത്ഥനയുടെ കൈ താങ്ങി പിടിക്കണം. പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ദൈവം തന്ന വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ദൈവത്തിലേക്ക് മാറ്റണം. കാരണം കർത്താവ് വരാനെന്ന് വൈകുകയാണെങ്കിൽ നമുക്ക് ഈ കാശ് എടുക്കാൻ വരാത്ത സമയം, കാരണം ഒപ്പിടാൻ വരാത്ത കൈവല്ലാതെ പിന്നെ ഒപ്പ് തെറ്റി. അതോടെ പിന്നെ വേറെ നിനക്ക് സുഖാദത്തോടെ ഉപയോഗിക്കാവുമ്പോൾ ദൈവം കൊടുക്കണം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാണ്. കേരളത്തിൽ നിന്ന് കേൾക്കുന്ന മറ്റൊരു പരാതി, ബൈബിൾ സ്കൂളുകളിൽ പഠിക്കാൻ പിള്ളേരില്ല. അതെന്താ കാര്യം? അതിന് എവിടെ നൽകണം? നമ്മുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കും. അല്ല ഭാഷ അവർക്ക് വിളിക്കും. ഫിസിയോതെറാപ്പിക്ക് വിളിയുണ്ടോ? അതിന് വിളി ഉണ്ടാക്കി
എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ 1.5 വയസ്സ് തൊട്ട് പറയാറുണ്ട് ഫിസിയോതെറാപ്പി, 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 MBBS, IT പറഞ്ഞു പിടിക്കുക. അതുപോലെ മിഷണറി ഇത് ചെവി പറ ജനിക്കുന്നു പെട്ടെന്ന് ഞാൻ ചെവി പറ മിഷണറി 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 ഇല്ലിഗ്രഹ ഇങ്ങനെ പറ. അപ്പൊ വിളി വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും മാന്യമായ ജോലി എന്താ? ഏറ്റവും ശ്രേഷ്ഠമായതെന്തോ? നിത്യതയിൽ ആദരിക്കപ്പെടുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ദൈവം മക്കളെ മനസ്സിന്റെ അടിയിൽ നിന്ന് പറ, ദൈവമേ. കണ്ണുനീരോടെ ഈ രാത്രി പറ, ദൈവനോട് ഇടപെടും. ദൈവം ഫോണെടുത്ത് വെച്ച് ഇടപെടും. ഹന്ന ദൈവത്തിന് സമർപ്പണം ചെയ്യും. എന്റെ കൊച്ചിനെ ഞാൻ വിലയ്ക്ക് കൊടുത്തേക്കാം. വേറെ കൊച്ചില്ലെന്നോ? വേറെ കൊച്ചില്ല. വേറെ കൊച്ചു ഉണ്ടാകുന്നതിന് മുമ്പാകുമോ? ദൈവം മഹാകാരുണ്യമാണ്. വേറെ പിള്ളേരെ കൊടുത്തു, അത് വേറെ വിഷയം. ഞാൻ കൊടുത്തേക്കാവുള്ളൂ. പക്ഷെ കൊച്ചിന് വിളിയണ്ടേ? കൊച്ചിന് വിളിയൊന്നുമില്ലായിരുന്നു എന്ന് എഴുതിയിട്ടുള്ളൂ. അവൻ അന്ന് യോഗ അറിഞ്ഞിട്ടില്ല. എന്നാലും എന്നിട്ട് എല്ലാവരും ചെയ്യും അമ്മ പ്രാർത്ഥന. അങ്ങനെ ദൈവം ഒരു രാത്രി വിളിച്ചവരെ ദൈവം ഞാൻ അവർക്ക് അമ്മയുടെ സമർപ്പണം എഫക്ട് ചെയ്തല്ലോ. അങ്ങനെയാണ് അമ്മമാരെ സമർപ്പിച്ചത്. ദൈവം അവരെ വിളിക്കും. അവൻ ഫോണെടുത്തിട്ട് ദൈവം അവരെ വിളിക്കും. അമ്മയുടെ സമർപ്പണം ദൈവം ശബ്ദം വിളിച്ചു. ഏരിയ നിങ്ങൾ എല്ലാവരും കുറ്റം പറയുമെങ്കിൽ ഞാൻ ഏരിയയുടെ ഒരു നല്ല വശം പറയട്ടെ. ഈ വീഡിയോ ഉണ്ടായവരെ ഏരിയ എടുത്തു എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. ഇല്ല. ഇച്ചിരി നേരം കഴിഞ്ഞ് ഒന്നുകൂടെ എന്നെ വിളിച്ചോ? ഇല്ല. ഈ 10-70 വയസ്സൊക്കെ ആയി കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ പിന്നെ ഉറങ്ങാൻ അന്നത്തെ ഉറക്കം ആ മനുഷ്യൻ ഈ ചെറുക്കന് ശാസ്ത്രം അല്ലാതെ പോയി കിടക്കാം. പ്രാർത്ഥിച്ച് കിടക്കാൻ കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ള അറിയില്ല. നല്ല പറഞ്ഞ കാണും. അതിനാ കാര്യം പഴയ മണ്ണ് നല്ലതാ. കാര്യം ഞാൻ പറയാം. പണ്ട് പുള്ളി ശബ്ദ അപ്പയോ തുറക്കാനായിട്ട് കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ. ആയ കാലത്ത് ദൈവശബ്ദം കേട്ടവരാ. ആ ഓർമ്മ മനസ്സിൽ. അതുകൊണ്ട് ഈ ചെറുക്കനോട് പറഞ്ഞു, മോനെ ഇത് ദൈവമില്ല. എന്റെ വീട്ടിലില്ലെങ്കിലും നിനക്ക് കിട്ടിയല്ലോ. ചതിക്കാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കിടന്നാൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നീ വീട്ടിൽ പോകോടാവോ ചെയ്ത് പറഞ്ഞ് വെച്ചിരുന്നത്. അങ്ങനെ പറഞ്ഞില്ല. ഇനിയും വിളിക്കുമ്പോൾ നീ പറയണം, യഹോവേ അരുളി ചെയ്യണമേ. നമ്മുടെ വീട്ടിലെ പിള്ളേർ അല്ലെങ്കിൽ വേറൊരു കൊച്ചിനെ ആണെങ്കിൽ വേദനയ്ക്ക് പ്രോത്സാഹിക്കുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലായ എലിയെ വെച്ചോ വരിക വന്ന കൊച്ചിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാം നമ്മുടെ കൊച്ചുകൾ തന്നെ വേണമെന്ന് നിർബന്ധിക്കാതെ വന്ന കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കും. ഓ ജീസസ് സുവിശേഷത്തിൽ ഒരു പങ്കാളി ഇന്ന് രാത്രി ഇരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഇടപെടുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ആഴത്തിലൊരു സമർപ്പണമാണ്. അവർ പഠിച്ചോട്ടെ. ഏത് ഡിഗ്രി എടുത്തോ വീടി അവരുടെ വന്നാ അവന് മനസ്സിലാകുന്നതിനേക്കാൾ മഹത്വമായ ഒരു കാര്യം. അതിന്റെ സമയം അടുത്തിരിക്കുക. ദൈവം നമ്മെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അടുത്തടക്കാം. ധാരാളം സമയം ഈ ലോകത്ത് ദൈവത്തെ സൂക്ഷിക്കുന്നത് ഇനിയും സമയമെടുക്കുന്നത് ശരിയല്ല. കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ
മഴയും പിന്നെ പുതുയുഗം തിരികെ വരാതെ നാം നിത്യത്തിൽ മറിയുന്ന പാട്ട് വളരെ പ്രത്യാശയുടെ ഗാനമാണ്. ഭാഗ്യകരമായ പ്രത്യാശ. കരങ്ങൾ അടിച്ച പാട്ടിന്റെ ചില അടികൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധന